അമിതവണ്ണവും തന്മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ലോകത്താകമാനം തന്നെ ഗൗരവതരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ മാത്രം 33% ആളുകൾക്ക് ഈ അമിതവണ്ണവും അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അത് പക്ഷേ പണമുള്ള നാട്ടിലെ സായിപ്പിൻ്റെ പ്രശ്നമല്ലേ, ഇവിടെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഇങ്ങനെയല്ലല്ലോ സ്ഥിതി എന്ന് സ്വാഭാവികമായും നമുക്ക് തോന്നാം. പക്ഷേ കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നഗരങ്ങളിൽ 30% ആളുകളും തന്നെ അമിതവണ്ണവും തന്മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. അമിതവണ്ണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എല്ലാ ആൾക്കാർക്കും പൊക്കത്തിനനുസരിച്ചിട്ടുള്ള ഒരു വണ്ണം കണക്കാക്കിയിട്ടുണ്ട്. ഇത് കണക്കാക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഇത് നമ്മൾ കണക്കാക്കുന്നത് നമ്മളുടെ തൂക്കത്തിനെ, കിലോഗ്രാമിലുള്ള തൂക്കത്തിനെ കൊണ്ട് നമ്മളുടെ ഹൈറ്റ് മീറ്റർ സ്ക്വയർ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അളവാണ്. ഈ അളവ് സാധാരണ വേണ്ടത് 23 ആണ്. 23 വരെ BMI ഉള്ളവർക്ക് നോർമൽ വണ്ണം എന്ന് നമ്മൾ പറയും. അതിന് മുകളിലുള്ള BMI 23 മുതൽ 30 വരെ BMI ഉള്ളവർക്ക് വണ്ണക്കൂടുതൽ, സാധാരണഗതിയിലുള്ള ഒരു ചബ്ബി അല്ലാന്നുണ്ടെങ്കിൽ അമിതവണ്ണം എന്ന് നമ്മൾ പറയും. 30 മുകളിലുള്ള ആൾക്കാർക്ക് BMI വരികയാണെങ്കിൽ ഈ വണ്ണം കൊണ്ട് അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഇതിനെ ഗുരുതരമായ അമിതവണ്ണം അല്ലെങ്കിൽ മോർബിഡ് ഒബിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ 40 മുകളിൽ BMI പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ അസുഖങ്ങൾ സർജറി മുതൽ, ഒരു ശസ്ത്രക്രിയ മൂലം നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഇനി എന്തുകൊണ്ട് അമിതവണ്ണം ഉണ്ടാകുന്നു എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജം ലഭിക്കുന്നതാകട്ടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഒരു ദിവസം 2000 കിലോ കാലറി ഊർജ്ജം വേണമെന്നിരിക്കട്ടെ. അദ്ദേഹം കഴിക്കുന്ന ആഹാരത്തിൽ 3000 കിലോ കാലറിയോളം ഊർജ്ജം ലഭിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന 1000 കിലോ കാലറി ഫാറ്റായിട്ട് ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഈ കൊഴുപ്പ് സത്യത്തിൽ ശേഖരിക്കപ്പെടുന്നതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ആവശ്യത്തിന് ഊർജ്ജമോ ഭക്ഷണമോ കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ ഇത് ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ദി എനർജി ഇൻടേക്ക് ആൻഡ് എനർജി ഔട്ട്പുട്ട്. എപ്പോഴാണോ എനർജി ഇൻടേക്ക് നമ്മൾക്ക് കൂടുതലായി വരുന്നത് അപ്പോഴാണ് നമ്മൾക്ക് കൊഴുപ്പ് നമ്മളുടെ ദേഹത്ത് അടിയുവാനായിട്ടും അതുമൂലം നമ്മൾക്ക് അമിതവണ്ണം ഉണ്ടാകുവാനായിട്ടുള്ള കാരണമുണ്ടാകുന്നത്. ഇത് പല ആൾക്കാരിലും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ 25 മുതൽ 30% വരെ നമ്മൾ പറയുന്നത് നമ്മൾ പാരമ്പര്യം, ജനറ്റിക് ആണെന്നാണ് പറയുക. പാരമ്പര്യം കൊണ്ടാണ് വണ്ണം, നമ്മൾ പാരമ്പര്യമായിട്ട് വണ്ണമുള്ള ആൾക്കാരെ കാണുന്നത് അതാണ് പറയുക. പക്ഷേ നമ്മളിത് പറയുന്നത് ഈ ജനറ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ദി ഗൺ. ദി ട്രിഗർ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മളുടെ ജീവിതശൈലിയാണ്. നമ്മുടെ ജീവിതശൈലി മാറ്റം വളരെ പ്രകടമാണ്. ആവശ്യത്തിന് വ്യായാമം ഇന്ന് മിക്കവർക്കും തന്നെ കിട്ടുന്നില്ല. യാത്ര അധിക സമയവും ബൈക്കിലോ കാറിലോ ഒക്കെയാണ്. അല്ലാത്ത സമയം നമ്മൾ മിക്കപ്പോഴും ഒരുപാട് സമയം കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിക്കുന്നു. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അവരിന്ന് കളിക്കുന്നില്ല, പഠനത്തിലും മറ്റ് തിരക്കുകളിലുമാണ്. അല്ലാത്തപ്പോൾ TV മുന്നിലിരിക്കും, ലേസും കടലയും എല്ലാം കുറിച്ച്. അപ്പോൾ ഇവിടെ എല്ലാം ആത്യന്തികമായി നമ്മുടെ ഇൻപുട്ട് കൂടുകയും ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നൊരവസ്ഥ. ഇതുതന്നെയാണ് അമിതവണ്ണത്തിനുള്ള പ്രധാന കാരണവും. പല കണക്കുകളും കാണിക്കുന്നത് കുട്ടികളിൽ പോലും 25-30% നമ്മുടെ ഇന്ത്യയിൽ തന്നെ അമിതവണ്ണവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഈ അമിതവണ്ണം നമ്മളെ